ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ അമരാവതി ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് 13ാമത് വിദ്യാഗോപാല മന്ത്രപൂജ നടത്തി. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളെ മാനസികവും ബുദ്ധിപരവുമായി സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച പൂജയ്ക്ക് എടത്തല വിജയൻ മുഖ്യ കാർമ്മികനായി. അമരാവതി ശ്രീ ഗോപാലകൃഷ്ണ ക്ഷേത്രാങ്കണത്തിൽ വെച്ചാണ് വിദ്യാർത്ഥികൾക്കായി 13ാമത് വിദ്യാഗോപാല മന്ത്രപൂജ നടത്തിയത്. പൂജയ്ക്ക് എടത്തല വിജയൻ കാർമ്മികത്വം വഹിച്ചു. ബാലഗോകുലം താലൂക്ക് അധ്യക്ഷൻ വെങ്കിടേഷ് ഗോപിനാഥന്റെ അധ്യക്ഷതയിൽ ബാലഗോകുലം കൊച്ചി താലൂക്ക് പൊതുകാര്യദർശി ബാബുരാജ് ടി ആർ സ്വാഗതവും താലൂക്ക് ഖജാൻജി പ്രവീൺ നായിക് കൃതജ്ഞതയും അർപ്പിച്ചു. 2024 TD ഹൈസ്കൂളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകൻ സുധീഷ് എസ് ഷേണായിയെ അനുമോദിച്ചു. ബാലഗോകുലം ജില്ലാ ഉപാധ്യക്ഷൻ മാത്യു അവാന്തി സന്ദേശം നൽകി. അനേകം ദിനരാത്രങ്ങൾ രാത്രിയും പകലും ഉറക്കമൊഴിച്ചിരുന്ന് കാണാതെ പഠിച്ച വാക്കുകളെ പുനരാവിഷ്കരിക്കാനുള്ള കഴിവല്ല വേണ്ടത്. അങ്ങനെ കാണാതെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് പുനരാവിഷ്കരിക്കണമെങ്കിൽ സമയാസമയങ്ങളിൽ അത് നിങ്ങളുടെ മസ്തിഷ്കത്തിലൂടെ കടന്നു വന്ന് പേനയിലൂടെ അത് പേപ്പറിലേക്ക് ഉത്തരക്കടലാസിലേക്ക് പകരണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ആത്മവിശ്വാസമാണ്. ചടങ്ങിൽ കലാകായിക മേഖലകളിൽ മികവ് തെളിയിച്ച വ്യക്തിത്വങ്ങളെയും ആദരിച്ചു. ഗോപാല സന്ധ്യ എന്ന് പറയുമ്പോൾ അത് ഭഗവാൻ ശ്രീകൃഷ്ണനും അതേപോലെ തന്നെ ശ്രീ ത്രിപുര സുന്ദരി ഭാഗത്തിലുള്ള ഭഗവതി ലളിതാംബികയും ശ്രീകൃഷ്ണ ഭഗവാനും തമ്മിലുള്ള ആ സമന്വയമാണ് വിദ്യാഗോപാല മന്ത്രപുഷ്പാഞ്ജലിയിൽ നമ്മൾ സങ്കല്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മിഴിവുള്ള സ്ഫടിക തുല്യമായ കാഴ്ചകൾക്ക് അയ്യാൻ ലെൻസ് തോപ്പുംപടി. കൃത്യതയോടെയും ഗ്യാരണ്ടിയോടും കൂടിയ നേത്ര പരിശോധന. നേത്ര സംരക്ഷണ രംഗത്തെ 3 പതിറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. അയ്യാൻ ലെൻസ്, കണ്ണുകൾക്ക് തുണയായി എന്നും നിങ്ങളോടൊപ്പം.